അവൻ എന്നെ കൈ ചേർത്ത് പിടിച്ചു നടന്ന ഒരുത്തനാണ് വിഷ്ണു. കാരണം ഞങ്ങൾ എല്ലായിടത്തും ഒരുമിച്ചായിരുന്നു. ആക്ടർ ആയപ്പോഴും അവനെ വിളിക്കുന്ന ഉൾക്കാരണം എന്നെ വേണ്ട. ആക്ച്വലി അവർ ഫോണിൽ കൂടി പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട ഒരാളും കൂടി വരും എന്ന് പറയുമ്പോ ഇവനും കൂടി ഉണ്ടെന്ന് പറയുമ്പോ ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് പറയുന്നത് എനിക്ക്. കാരണം അവിടെ അവർക്ക് അധിക ചെലവല്ലേ നമ്മൾ വരുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കി. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞോടാ വിഷ്ണു, ഇനി നീ നിന്റെ വഴിക്ക് പോട്ടെ, ഞാൻ എന്നെങ്കിലും ആ വഴിയിലേക്ക് ഞാൻ വരും, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം വരുന്ന പടം ഇത് അഭിനയിക്കാനായിട്ട് ആദ്യം വരുന്ന പടം കട്ടപ്പന ഋതിക് കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മുടെ പടമായിട്ട് കൂട്ടുള്ളൂ. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ പടം, ദിലീപ് ഏട്ടന്റെ തല്ലണ ഒരു ഷോട്ട് ഉണ്ടായി പാലത്തിൽ വെച്ചിട്ട്. ഒറ്റ സീൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും റാഫി സാറാണ് എന്നെ വിളിച്ചിട്ട് ഫഹദിന്റെ വില്ലനായിട്ട് റോൾ മോഡൽസിൽ വിളിക്കുന്നത്. റോൾ മോഡൽസിലെ ഫൈറ്റ് കണ്ടിട്ടാണ് ബിഞ്ചുവും സുനിൽ കർമ്മയും ബോംബ് കഥ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇതെല്ലാം കണക്റ്റഡാ. പിന്നെ ഈ ബോംബ് കഥയാണ് എൻ്റെ അടുത്ത് വരുന്നതും ഞാൻ ഷാഫി സാറിലേക്ക് എത്തിക്കുന്നതും അത് സംഭവിക്കുന്നതും നായകനാണെന്നൊക്കെ.